ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ് കാറ്റ് കടലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? 3ാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി 2 പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാറ്റ് പറഞ്ഞെന്നുള്ള കവിതയുടെ ആശയവും ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സുകളാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ എല്ലാ ക്ലാസ്സും നമ്മുടെ മലയാളത്തിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ മാനത്തും താഴത്തുള്ള ചാപ്റ്ററിന്റെ 2ാമത്തെ പാഠം കുട്ടിയുടെ പുഴ എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ആ പാഠം റീഡ് ചെയ്തിട്ടാണ് നമ്മൾ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകും. വെറും ചോദ്യോത്തരങ്ങൾ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പാഠം അറിയാതെ നമ്മൾ എങ്ങനെയാണ് ചോദ്യോത്തരങ്ങൾ ചെയ്യുക? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു പാഠം പഠിക്കുന്ന സമയത്ത് ആ പാഠം ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ 2 തവണയെങ്കിലും എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ചോദ്യോത്തരങ്ങൾ ചെയ്യുക. കാരണം എക്സാമിന് അത് ഒരുപാട് നിങ്ങൾക്ക് എന്താവും? യൂസ് ആവും. വായിക്കാനും നിങ്ങൾക്ക് ഒരുപാട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുക? എപ്പോഴും ഏതൊരു പാഠം അല്ലെങ്കിൽ ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും അതൊന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ക്ലാസ് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു കാണുക കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവില്ല അല്ലെങ്കിൽ സ്പീഡ് കൂടിപ്പോയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യാം? കുറച്ച് വെച്ചിട്ട് കാണുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 2ാമത്തെ പാഠം കുട്ടിയുടെ പുഴ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് അല്ലേ? കുട്ടിയുടെ പുഴ എന്നുള്ള പാഠത്തിന്റെ ആദ്യത്തെ പേജ് ഇതാണ്. അപ്പൊ നമ്മൾ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ചിത്രത്തിൽ നമുക്ക് ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം അല്ലെ? എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് എന്തായിരിക്കും ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്തൊക്കെയാണ്? ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ വരയ്ക്കുകയാണ് അല്ലേ ചെയ്യുന്നത്? ബുക്കിൽ വരച്ചത് എന്താവാം? വെള്ളമാവാം അല്ലെങ്കിൽ കടലാവാം, പുഴയാവാം അല്ലെ? പേരെന്താണ്? നമ്മുടെ പാഠത്തിന്റെ പേര് കുട്ടിയുടെ പുഴയാണ്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടി വരച്ചിരിക്കുന്നത് പുഴയാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടി എന്താ ചെയ്യുന്നത്? അതേ കുട്ടി തന്നെ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കടലാസ് തോണിയിൽ തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ പുഴയിലൂടെ പോവുകയാണ് അല്ലെ? കടലാസ് തോണിയിൽ. അപ്പൊ അത് ആരൊക്കെയാണ് കാണുന്നത്? ആ പുഴയിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ചാടിക്കളിക്കുന്ന മീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് കുട്ടി തുഴഞ്ഞു പോവുകയാണ്. ഇതാണ് നമുക്ക് ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അല്ലെ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം. കണ്ണിലൂടെ, മൂക്കിലൂടെ, നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു. തുടർച്ചയായ അനുഭവങ്ങളിലൂടെ ഭാവനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം. ഒരു പുഴ ജനിക്കുന്നത് നോക്കൂ. അപ്പൊ എന്താ പാഠത്തിന്റെ പേര്? കുട്ടിയുടെ പുഴ. ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുകയാണ്. പുഴ കാണാൻ പോയാലോ? ടീച്ചർ ചോദിച്ചു. കുട്ടി നീല കളർ പെൻസിൽ എടുത്തു. പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു. വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈകൊട്ടി ചിരിച്ചു. പുഴ കൂടെ കുണുങ്ങി ചിരിച്ചു. കുഞ്ഞു പുഴേ, നീ എങ്ങോട്ടാ? ഞാൻ കടലിലേക്കാ. പോരുന്നോ കൂടെ? പുഴയിലെ കടലാസ് തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു. മീനുകൾ ചാടി മറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങി പൊങ്ങി കളിച്ചു. നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാ? വേണ്ടാട്ടോ, എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല. കുട്ടി ഇത്തിരി ഗൗരവത്തിലായി. കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി. ഹോ, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച്? നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ? എനിക്കും വരണമെന്നുണ്ട്. പക്ഷെ വെള്ളത്തിൽ മുങ്ങുമ്പോ എനിക്ക് ശ്വാസം മുട്ടില്ലേ? മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ. കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്കും കൂട്ടത്തിലൊരു മീനിനെ വെളുത്ത കൊറ്റി വന്ന് റാഞ്ചി കൊണ്ടുപോയി. അയ്യോ പാവം മീന്. കുട്ടി സങ്കടപ്പെട്ടു. ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു. ചങ്ങാതി നിൽക്ക്, നിനക്ക് എത്ര കാലുകളുണ്ട്? ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. അപ്പോഴേക്കും സ്ഥലം വിട്ടോ? ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ. കുട്ടി ചുറ്റും നോക്കി. ഇനി ആരുണ്ട്? ഇതെന്താ? കുഞ്ഞു ആൽമരമോ? പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽക്കാടുകളിൽ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്തു കാണുന്നത്. വെള്ള പൂക്കളെറിഞ്ഞ മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു. കണ്ടൽ ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. വാ, വേഗം പോവാം. തോണി തിരക്ക് കൂട്ടി. കടലിൽ എത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം? ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു.
പുഴ ഒഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ കുട്ടി കാത് കൂർപ്പിച്ചു. നിം നിം നിം. അയ്യോ, ഇത്ര സമയമായോ? ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ്. പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി. ഇതാരെഴുതിയ കഥയാണ്? പ്രേമജ ഹരീന്ദ്രനാണ് കഥാകൃത്തിന്റെ പേര് കേട്ടോ. അപ്പോ എന്താണ്, നല്ലൊരു ഒരു ചെറിയൊരു കഥയാണ് നമ്മളിപ്പോ വായിച്ചു കഴിഞ്ഞത് അല്ലെ. എന്താ കഥയുടെ പേര്? കുട്ടിയുടെ പുഴ അല്ലെ. അപ്പൊ കുട്ടി ഭാവനയിൽ കണ്ട ഒരു പുഴയാണ് അല്ലെ. ഭാവനയിൽ കുട്ടി എന്ത് ചെയ്യാണ്? ഒരു പുഴ വരച്ച് ആ പുഴയിൽ കുട്ടി ഭാവനയിൽ യാത്ര ചെയ്യാണ്. ആ പുഴയോടൊപ്പം കടലിലോട്ട് ഒരു കടലാസ് തോണിയിൽ യാത്ര ചെയ്യായിരുന്നു അല്ലെ. അപ്പൊ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ കഥയിലൂടെ മനസ്സിലായത്. അപ്പൊ എന്താണ്, എന്താ ചെയ്യുന്നത്? ആരാണ് കുട്ടിയോട് പുഴ വരയ്ക്കാൻ പറഞ്ഞത്? ടീച്ചർ അല്ലെ. ടീച്ചറാണ് പുഴകളെ പറ്റിയിട്ട് പഠിപ്പിക്കുകയായിരുന്നു ടീച്ചർ. അപ്പൊ പുഴ കാണാൻ പോയാലോ എന്നാണ് ടീച്ചർ ചോദിച്ചത്. അപ്പൊ കുട്ടി എന്താ ചെയ്യണത്? ഒരു നീല കളർ പെൻസിൽ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു പുഴ വരയ്ക്കാൻ തുടങ്ങുകയാണ് അല്ലെ. പുഴ വരച്ചതും കുട്ടി അങ്ങനെ ഭാവനയിൽ ഒരു ഇമാജിനേഷനിലായി. കുട്ടി പെട്ടെന്ന് ഒരു സ്വപ്നത്തിലായ പോലെ ആ പുഴയോടൊപ്പം കുട്ടി എന്ത് ചെയ്യാണ്? യാത്ര ചെയ്യുകയാണ്. പുഴയോടൊപ്പം സഞ്ചരിക്കുകയാണ് ഒരു കടലാസ് തോണിയില് അല്ലെ. അല്ലാതെ ശരിക്കും പറ്റൂ ഇതൊക്കെ? ഇല്ല അല്ലെ. ഒരു സ്വപ്നമാണ് കുട്ടി അവിടെ ഇരുന്ന് കാണുന്ന, ക്ലാസ്സിൽ ഇരുന്നിട്ട് കണ്ട ഒരു സ്വപ്നമാണത്. ആ പുഴയോടൊപ്പം കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി എന്തൊക്കെയാണ് കാണുന്നത്? നിറയെ കുഞ്ഞു മീനുകൾ അല്ലെ. കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കുഞ്ഞു മീനുകളെയും, അതേപോലെ അതിനിടയിൽ അതിലൊരു മീനിനെ ആര് വന്ന് കൊത്തിക്കൊണ്ട് പോവുകയാണ്? റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. ഒരു വെളുത്ത കുറ്റി വന്നിട്ട് റാഞ്ചിക്കൊണ്ട് പോകുന്നു. അതുപോലെ തോണിയുടെ അടുത്തേക്ക് വരുന്ന ഞണ്ട് അല്ലെ, ഞണ്ട് വരുന്നു. അതേപോലെ എന്താണ്, പുഴത്തീരത്തുണ്ടാവുന്ന കണ്ടൽക്കാടുകള്. അപ്പൊ ഇതെല്ലാം നമ്മൾ അത് വായിക്കുന്ന സമയത്ത് എന്തുകൂടിയാണ് നമ്മുടെ ഭാവനയിൽ, അതായത് ഇതെല്ലാം നമ്മുടെ ഇമാജിനേഷൻ നമ്മളും കൂടെ കാണുകയാണ് അല്ലെ. കുട്ടിയോടൊപ്പം നമ്മളും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ആ കടലാസ് തോണിയിൽ സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഇവിടെ കഥയിൽ പറയുന്നത്. അപ്പൊ നല്ലൊരു ഒരു ചെറിയൊരു കഥയാണ് നമ്മളിപ്പോ വായിച്ചു കഴിഞ്ഞത്. അപ്പൊ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിട്ടൊന്നും തന്നെ ഇല്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? കഥയുടെ ചോദ്യോത്തരങ്ങൾ നോക്കാം. പാഠഭാഗത്തെ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ വിശദമാക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെ ചിത്രങ്ങളാ കൊടുത്തിരിക്കുന്നത് നോക്കൂ. നമ്മൾ ആദ്യത്തെ പേജിന്റെ ചിത്രത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ പേജ് എന്താണ്? ആ വെളുത്ത കൊത്തി വന്ന് മീനിനെ റാഞ്ചി കൊണ്ടുപോകുന്ന ചിത്രമാണ് അല്ലെ. അടുത്തതോ, ഞണ്ടിനോട് കുട്ടി ചോദിക്കുകയാണ് എത്ര കാലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞണ്ടിനോട് ചോദിക്കുന്ന ഭാഗമാണത്. അടുത്തത് കണ്ടൽക്കാടുകളുടെ അടുത്തുകൂടെ പോകുന്ന തുഴഞ്ഞുകൊണ്ട് പോകുന്ന കുട്ടിയുടെ ചിത്രം. അപ്പൊ ഇതൊക്കെയാണ് ഈ കഥ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രങ്ങൾ കഥയ്ക്ക് എത്രത്തോളം ചേർന്നതാണെന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. വളരെയധികം ചേർന്ന ചിത്രങ്ങൾ തന്നെയാണ്. ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഥയുടെ ഒരു ഏകദേശ രൂപം നമുക്ക് വായനക്കാർക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ ഉത്തരം എന്താ ചോദ്യത്തിന്റെ? പാഠഭാഗത്തിലെ ചിത്രങ്ങൾ കഥയ്ക്ക് വളരെയധികം ചേർന്നതാണ്. കഥയെ ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്നതാണ് കഥയിലെ ഓരോ ചിത്രങ്ങളും. കുട്ടിയോടൊപ്പം വായനക്കാരെയും ഭാവനാ ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ചിത്രങ്ങളിലൂടെ കഥാകൃത്തിന് സാധിച്ചിട്ടുണ്ട്. കുട്ടി പുസ്തകത്തിൽ വരയ്ക്കുന്ന പുഴയോടൊപ്പം കടലാസ് തോണിയിൽ കടൽ കാണാൻ പോവുകയാണ്. കുട്ടി വരച്ച പുഴയും കടലാസ് തോണിയും എല്ലാം ചിത്രത്തിലൂടെയാണ് വായനക്കാരുടെ മനസ്സിലെത്തുന്നത്. മീനുകൾ പുഴവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിക്കുന്നതും, കൂട്ടത്തിൽ ഒരു മീനിനെ വെളുത്തൊരു കൊറ്റി വന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നതും, ഞണ്ടിന്റെ കാലണി നോക്കുന്ന കുട്ടിയും, മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ കണ്ടൽക്കാടുകളും എല്ലാം വായനയിൽ വായനക്കാരുടെ മനസ്സിൽ നിറയുന്ന ചിത്രങ്ങളാണ്. ഓരോ സന്ദർഭങ്ങളും അതിമനോഹരമായാണ് കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പാഠത്തിലെ അടുത്ത ചോദ്യം, എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല. ഈ വാക്യം എങ്ങനെയെല്ലാം മാറ്റി എഴുതാം? ഈ ഒരു വാക്യത്തെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു രീതിയിൽ മാറ്റി എഴുതാൻ സാധിക്കുക? അതായത് ഇതേ വാക്കുകൾ തന്നെയായിരിക്കണം കേട്ടോ, ഒരു വാക്യമായി മാറണം. എങ്ങനെ എഴുതാം? എനിക്ക് ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ സ്ഥലമില്ല. ഈ കുഞ്ഞു തോണിയിൽ എനിക്ക് ഒളിക്കാൻ സ്ഥലമില്ല. എനിക്ക് ഒളിക്കാൻ സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ. ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ എനിക്ക് സ്ഥലമില്ല. എനിക്ക് സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ. അല്ലെ, എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വാക്യത്തെ മാറ്റി എഴുതാം. അടുത്ത ചോദ്യം, കുട്ടിയുടെ ചിത്രം വരെയാണല്ലോ കഥയായി മാറിയത്. ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ? അപ്പൊ നമ്മൾ എഴുതിയൊരു എന്താ ഇതുപോലുള്ള ഒരു അനുഭവമാണ്, ഒരു കുട്ടിയുടെ ഒരു അനുഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കഥയാക്കി എഴുതിയിരിക്കുന്നത്. നാളെയാണ് സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകുന്നത്. മാളുവിന് അതുകൊണ്ട് തന്നെ ഉറക്കം വന്നതേയില്ല. 4-ാം ക്ലാസ്സിലെ A ഡിവിഷൻ ആണ് മാളുവിൻ്റെത്. B ഡിവിഷനുള്ളവരും യാത്രയ്ക്കുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം ഇരട്ടിയായി. അതിനൊരു കാരണവുമുണ്ട്. എന്താന്നല്ലേ? പറയാം. അവളുടെ ഉറ്റ കൂട്ടുകാരി കല്യാണി B ഡിവിഷനിലാണ്. അവളുമുണ്ട് യാത്രയ്ക്ക്. 2 ദിവസത്തേക്കാണ് യാത്ര. യാത്രയ്ക്കുള്ള എല്ലാം തന്നെ കിടക്കും മുന്നേ തന്നെ അച്ഛൻ ബാഗിൽ ഒരുക്കി വച്ചിരുന്നു. എന്നാലും അവൾക്കൊരു സമാധാനമില്ല.
നാളെ പോകും മുന്നേ ബാഗിൽ എല്ലാം ഉണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കണം. നാളെ യാത്ര വാനിലാണ്. നല്ല രസമായിരിക്കും. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അവൾക്ക് ഉറക്കം വന്നതേയില്ല. അതാ കൂട്ടുകാരെല്ലാവരും തയ്യാറായി സ്കൂൾ മൈതാനത്ത് നിൽക്കുന്നു. കല്യാണി മാളുവിനെ കണ്ടതും ഓടി വന്നു. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വാൻ എത്തി. എന്താ കൂട്ടുകാരെ, നമുക്ക് യാത്ര പുറപ്പെടാം. ഇവിടെ കൂട്ടുകാരെ എന്നാണേ. എന്താ കൂട്ടുകാരെ, നമുക്ക് യാത്ര പുറപ്പെടാം. തന്റെ 2 കുട്ടിക്കണ്ണുകൾ ചിമ്മിച്ചുകൊണ്ട് വാൻ ചോദിച്ചു. എല്ലാവരും വാനിൽ കയറി. വാൻ മുന്നോട്ട് നീങ്ങി. അതിമനോഹരമായ പ്രകൃതി കാഴ്ചകൾ കുട്ടികൾക്ക് കാണിച്ചുകൊണ്ട് വാൻ മുന്നോട്ട് നീങ്ങി. വാൻ കാട്ടിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ മരങ്ങളിൽ ഓടിക്കളിക്കുന്ന കുരങ്ങിൻ കൂട്ടത്തെയും സിംഹവാലൻ കുരങ്ങിനെയും മലമുഴക്കി വേഴാമ്പലിനെയും അതിശയത്തോടെ മാളു നോക്കി. അതാ കാട്ടിൽ നിന്നും പുലി ഇറങ്ങി വരുന്നു. വാൻ പിന്നെയും മുന്നോട്ട് നീങ്ങി. അതാ കാട്ടിലെ രാജാവ് പാറപ്പുറത്തിരിക്കുന്നു. ആദ്യമായാണ് മാളു സിംഹത്തെ നേരിൽ കാണുന്നത്. വാൻ പിന്നെയും മുന്നോട്ട് നീങ്ങി. കടൽ തീരത്തെത്തിയതും വാൻ നിന്നു. വാൻ കുട്ടികളോട് ചോദിച്ചു, എന്താ മക്കളെ, നമുക്കൊന്ന് കടലിൽ പോയി നീന്തിയാലോ? ഇത് കേട്ടതും കുട്ടികളെല്ലാവരും ആർത്തു വിളിച്ചു. നിമിഷ നേരം കൊണ്ട് വാൻ ഒരു കപ്പലായി മാറി. കപ്പൽ കുട്ടികളെയും കൊണ്ട് കടലിലേക്ക് കുതിച്ചു. ഇതുവരെ മത്തിയും അയലയും പരൽമീനുകളും മാത്രം കണ്ടു ശീലമുള്ള മാളു തിമിംഗലത്തെ ആദ്യമായി കണ്ടതും തുള്ളിച്ചാടി. അപ്പോൾ മാളുവിനുണ്ടൊരു ആഗ്രഹം. തിമിംഗലത്തിന് പുറത്തിരുന്ന് കടലിലൂടെ നീന്തണം. തന്റെ ആഗ്രഹം മാളു വേഗം കപ്പലിനോട് പറഞ്ഞു. കപ്പൽ ആ വിവരം തിമിംഗലത്തോട് പറഞ്ഞു. തിമിംഗലം ഒത്തിരി സന്തോഷത്തോടെ മാളുവിനെ സ്വീകരിച്ചു. മാളു കൂടെ കല്യാണിയും കൂട്ടി. അങ്ങനെ രണ്ടാളും തിമിംഗലത്തിന്റെ പുറത്തിരുന്ന് കടലിലെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. രണ്ടാളും തിമിംഗലത്തിന്റെ പുറത്തിരുന്ന് തുള്ളിക്കളിച്ചുകൊണ്ടേയിരുന്നു. തിമിംഗലം അവരെ ഓർമ്മിപ്പിച്ചു, മക്കളെ, എന്റെ ശരീരം പെട്ടെന്ന് വഴുക്കും. നേരെ പിടിച്ചിരിക്കണേ. പക്ഷെ ആദ്യമായി തിമിംഗലത്തിന്റെ പുറത്ത് കയറിയ സന്തോഷത്തിൽ അവരതൊന്നും കേട്ടതേയില്ല. തിമിംഗലം വേഗതയൊന്ന് കൂട്ടിയതും അതാ കിടക്കുന്നു രണ്ടാളും വെള്ളത്തിൽ. അയ്യോ അമ്മേ! മാളുവിന്റെ നിലവിളി കേട്ട് അച്ഛനും അമ്മയും ഓടി വന്നു. എന്തു പറ്റി എന്റെ മാളു കുട്ടിക്ക്? വല്ല സ്വപ്നവും കണ്ടോ നീ? സമയം 7 സ്കൂളിൽ യാത്രയ്ക്കുള്ള വണ്ടി 9-ന് എത്തും. ഇതും പറഞ്ഞുകൊണ്ട് അമ്മ മാളുവിന്റെ അടുത്ത് വന്നിരുന്നു. താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് അപ്പോഴാണ് മാളുവിന് മനസ്സിലായത്. അപ്പൊ എങ്ങനെയുണ്ട് കഥ? വിനോദയാത്ര എന്നുള്ള നമ്മുടെ മാളുക്കുട്ടിയുടെ ഒരു കഥയാണ് കേട്ടോ ഇത്. അതായത് ഒരു ഇമാജിനറി ക്യാരക്ടറാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു കുട്ടി കഥയാണിത്. കഥ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ കഥ? കഥയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ വേഗത്തിൽ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു കഥയാണ് ഇത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡയറി എഴുത്തിലും മറ്റും ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതികളും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും? ഭാവന ലോകത്തേക്കുള്ള ഒരു പെൺകുട്ടിയുടെ യാത്രയാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. എനിക്ക് സന്തോഷമായി, സങ്കടമായി, ഞാൻ കണ്ടു എന്നൊക്കെ ഡയറിയിൽ സാധാരണമായി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. കുട്ടിക്ക് സന്തോഷം വരുമ്പോൾ കൈകൂട്ടി ചിരിക്കുന്നതും, മീനിനെ കൊറ്റി റാഞ്ചി കൊണ്ടുപോയപ്പോൾ സങ്കടപ്പെടുന്നതും, കണ്ടൽ കാടുകൾ അടുത്തു കണ്ടപ്പോൾ അതിശയിച്ചതും തുടങ്ങി അവൾ അന്നേ ദിവസത്തിലൂടെ കടന്നുപോയതെല്ലാം ഒരു ഡയറിയിൽ എഴുതുന്ന പോലെ കഥയിൽ വിവരിക്കുന്നു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിന്റെ എല്ലാ ചോദ്യോത്തരങ്ങളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ പാഠം അതോടൊപ്പം നമ്മൾ എഴുതിയ നമ്മുടെ മാളുവിന്റെ വിനോദയാത്ര എന്നുള്ള കഥയും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.